കണ്ണൂരിൽ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ വീട്ടിൽ നമ്മുടെ പ്രതിനിധി അരുൺ പൂപ്പറമ്പയുണ്ട്. അവിടെ KFC പ്രസിഡന്റ് എത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പറയൂ അരുൺ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് സിസ്റ്റർ വന്ദന ഫ്രാൻസിസിൻ്റെ വീട്ടിലാണ്. ഇവിടെ അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയാണ്. ഇന്ന് ജാമ്യം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വന്ദന ഫ്രാൻസിസിൻ്റെ കുടുംബം ഉള്ളത്. ഇന്നലെ ജാമ്യം ലഭിക്കുമെന്ന സൂചനകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ തരത്തിൽ ഉണ്ടായില്ല. പിന്നീട് ഈ പ്രോസിക്യൂഷൻ അതിനെ എതിർത്തത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കുടുംബം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ കണ്ടതിന് ശേഷം KPCC അധ്യക്ഷൻ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി ഉണ്ടാവുകയും ചെയ്യും. അദ്ദേഹം നേരത്തെ ഛത്തീസ്ഗഡിലേക്ക് പോകും എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി ഉണ്ടാവുകയും ചെയ്തിരുന്നു. എന്തായാലും എല്ലാവരും പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ന് കാത്തിരിക്കുന്നത്. ഇന്ന് ഈ 2 കന്യാസ്ത്രീമാർക്കും ജാമ്യം ലഭിക്കും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. നിരവധി രാഷ്ട്രീയ നേതൃത്വങ്ങൾ, മറ്റ് സാമൂഹിക നേതൃത്വങ്ങളൊക്കെ ഇവരുടെ കുടുംബാംഗങ്ങളെ സന്ദർശിക്കുകയും അവരെ സമാധാനിപ്പിക്കുകയും കാര്യങ്ങൾ, അവിടെയുള്ള വിവരങ്ങളൊക്കെ ഇവരോട് പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അല്പസമയം മുമ്പ് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക് കൂടി നമുക്ക് കടക്കാം. ചെരുപ്പിട്ടോട്ടെ? ചെരുപ്പിട്ട് പിന്നെ ഇട്ടോട്ടെ. അങ്ങനെയാണ് അവിടെ നിന്നുള്ള ആളുകളുടെ ഒരു വിവരവും അതുപോലെ മാധ്യമങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരവും. ഇന്നലെ വാദം കേട്ട് ഇന്ന് വിധിക്ക് പറഞ്ഞാൽ മിക്കവാറും കിട്ടാനാണ് സാധ്യതയെന്ന് വിചാരിക്കുന്നു. കോടതിയുടെ മുമ്പിൽ ഈ സിസ്റ്റർമാരുടെ നിരപരാധിത്വം വാദിക്കാനും തെളിയിക്കാനും കഴിഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പ്രോസിക്യൂഷനെ കെട്ടിച്ചമച്ച കേസാണ്, അടിസ്ഥാനരഹിതമായ കേസാണ്. ഇത് മനസ്സിലാക്കുന്ന ഇപ്പോൾ ഈ വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സിസ്റ്റർമാരെ കയ്യേറ്റം ചെയ്ത അവിടുത്തെ ബജറംഗ് ദളിൻ്റെ നേതാവായ വനിത 28 കേസിൽ വാറൻ്റുള്ള പിടികിട്ടാപ്പുള്ളിയാണ് പോലീസിൻ്റെയും അധികാരികളുടെയും മുമ്പിൽ. അവിടുത്തെ ഗവൺമെൻറ് നിയമവാഴ്ചയ്ക്ക് എന്തെങ്കിലും വില കൽപ്പിക്കുന്നെങ്കിൽ ആ പ്രതിയെയാണ് ആദ്യം പിടികൂടേണ്ടത്, അവരെയാണ് ജയിലിൽ അയക്കേണ്ടത്. മറിച്ച് നിരപരാധികളായ സേവനം മാത്രം മുഖമുദ്രയാക്കി പ്രവർത്തിക്കുന്ന ലാളിത്യത്തിൻ്റെയും വിനയത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ശൈലിയിലാണ് നമ്മളുടെ സിസ്റ്റർമാർ പ്രവർത്തിക്കുന്നത്. അവർ വിദ്യാഭ്യാസ രംഗത്തും അതര ശുശ്രൂഷ രംഗത്തുമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യാതൊരു ലാഭേച്ഛയുമില്ലാതെ പാവപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സിസ്റ്റർമാരെ ഇങ്ങനെ കാരാഗ്രഹത്തിൽ അയച്ചത് വളരെ തെറ്റായൊരു നടപടിയാണ്. അതിലുള്ള വലിയ വേദനയിലും പ്രതിഷേധത്തിലും പങ്കുചേരുന്നു. ഈ വീട്ടുകാരുടെ പ്രയാസം മനസ്സിലാക്കുന്നു. സഹോദരനെ കണ്ടു, ഇനി മറ്റു സഹോദരന്മാരെയും അതുപോലെ അമ്മയെയും കാണണം. വൃദ്ധമാതാവിൻ്റെ വേദനയും ഉത്കണ്ഠയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടുത്തെ വന്ദന സിസ്റ്ററിൻ്റെ പ്രത്യേകത, സിസ്റ്റർ ചെറിയ അസുഖമല്ല, ഷുഗറിൻ്റെയും കാലിൻ്റെ മുട്ടിൻ്റെ വേദനയുമുള്ള സിസ്റ്ററാണ്. ആ സിസ്റ്ററെയാണ് ജയിലിലടച്ചിട്ടുള്ളത്. നേരത്തെ തന്നെ ജാമ്യം, ഈ കേസ് അടിസ്ഥാനരഹിതമാണ്, കെട്ടിച്ചമച്ചതാണ്, മനഃപൂർവ്വം കെട്ടിച്ചമയ്ക്കുന്ന കേസുകളാണ്. ഇതിന് ഗവൺമെൻറ് ഉത്തരം പറയണം. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് യഥാർത്ഥത്തിൽ ജനങ്ങളുടെ കോടതിയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത്. നിയമത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് ഭരണസ്വാധീനത്തിൽ നിരപരാധികളെ പീഡിപ്പിക്കുന്ന ഈ നടപടിയിലുള്ള ഉത്കണ്ഠയും പ്രതിഷേധവും ആകാംക്ഷയും അതിശക്തമാണ്. അത് കണ്ട് അധികാരികൾ കണ്ണ് തുറക്കുക തന്നെ ചെയ്യണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്.